കൺഗ്രാജുലേഷൻസ് ജൈത്രി. ആ ഒരു സിംഗിൾ പെയിൻറ്റിങ്ങിലൂടെ ഒരു 5 ലക്ഷം രൂപ എനിക്ക് ഏൺ ചെയ്യാനായിട്ട് സാധ്യത അല്ലേ? അതെ അതെ സിംഗിൾ പ്രൊജക്റ്റ്. സിംഗിൾ പ്രൊജക്റ്റ്, യാ സിംഗിൾ വർക്കാണല്ലോ. അതെ അതെ വലിയൊരു ബ്രാൻഡിൻ്റെ അല്ലേ? അതെ അത് ഇപ്പോഴും നമ്മൾ പുറത്തേക്ക് ഔട്ട് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെയാണ്. ബ്രാൻഡിനെ ഞാൻ പറയുന്നില്ല. അതെ അത് ശരിക്കും അതിൻ്റെ ഒരു പ്രചോദനം എന്താണ് അതിലേക്ക് എത്താനുള്ള? മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ജെൻസ് ഇതിൽ കമ്മ്യൂണിറ്റി ചേർന്നതിന് ശേഷമാണ് ഇപ്പം നിൽക്കുന്നതിൽ നിന്നും വേറെ ലെവലിലോട്ട് മാറണം, അതേപോലെ പുതിയ ഗോൾസൊക്കെ എഴുതാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഞാൻ ഗോൾസ് എഴുതിയതിൽ ഫസ്റ്റത്തെ ഒരു ഗോളാണ് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിനായിട്ട് കൊളാബറേഷൻ ചെയ്യണം എന്നുള്ളത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ. അതിനെ എഴുതി എനിക്ക് തോന്നുന്നു 20 ഡേയ്സ് 30 ഡേയ്സ് ആകുമ്പോഴേക്കും തന്നെ എനിക്ക് ഇൻ്റർനാഷണൽ കൊളാബറേഷൻ്റെ ഡീല് വന്നു. അത് ഞാൻ കൂടുതൽ എഫേർട്ട് ഇട്ടു. ലാസ്റ്റ് എനിക്കത് ഡീലായും ചെയ്തു. നല്ല അടിപൊളിയായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രാൻസിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഒരു ഡിസൈൻ മൊത്തത്തിൽ കഴിഞ്ഞപ്പോൾ. അത് എന്നെ സംബന്ധിച്ച് വളരെയധികം ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ഒരു 3 മാസമൊക്കെ എടുത്ത് ചെയ്യേണ്ട ഡിസൈൻ നമ്മളൊരു 1.5 ആഴ്ച 2 ആഴ്ച കൊണ്ട് നമ്മൾ ഫുൾ ഡിസൈനിങ്ങും ചെയ്തു. അവർ എക്സിക്യൂഷനും കഴിഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് വലിയൊരു ചേഞ്ച് ആയിരുന്നു ലൈഫിൽ. കാരണം അതുവരെ നോർമലായിട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു വേ ഓഫ് തിങ്കിങ്, വേ ഓഫ് സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് വലിയൊരു ബ്രാൻഡിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ പുതിയ സംഭവങ്ങൾ നമ്മൾ പഠിക്കാണ്ട് ഒരുപാടുണ്ട്. അപ്പോൾ അത് ഫുള്ള് പുതിയ ഇന്റർനാഷണൽ ബ്രാൻഡ് നമുക്ക് അങ്ങനെ ഇച്ചിരി പേടിയുള്ള കാര്യമാണ്. അതെ അവർ എന്താവും അതെ ഞാൻ നോർമലി മെയിൽ അയച്ചിട്ടൊന്നുമല്ല ക്ലയൻസിനെ ഡീൽ ചെയ്യാറ്, നോർമൽ വാട്സപ്പ് അങ്ങനെ ആയിരിക്കും. പക്ഷേ ഈ ക്ലയൻറ്റിനെ ഫുള്ളായിട്ട് നമ്മൾ ഡീൽ ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 85-100 മെയിൽ തന്നെ അയച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ അത് മാത്രമല്ല ഒരുപാട് രജിസ്ട്രേഷൻസ് ചെയ്യണം, അതേപോലെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. വലിയൊരു പ്രോസസ്സാണ് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിനായിട്ട് ചെയ്യുക, ഒരു കൊളാബറേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞതോടുകൂടി ഏറ്റവും നമുക്ക് ടഫായിട്ട് കിടക്കുന്ന ആ ഒരു സാധനം എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടി. അപ്പോൾ ആ ഒരു ചലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. എന്നെക്കൊണ്ട് പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു, ഫിനിഷായും ചെയ്തു. അധികം ഒരു പ്രൊജക്റ്റ് നേരത്തെ ഒരു സിംഗിൾ വർക്കിന് ഒരു 30,000 ഒക്കെ അല്ലേ ചാർജ്? അതെ 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 അതിൽ നിന്ന് ഒരു 5 lakhsലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് എത്ര പെർസെൻറ്റേജ് എനിക്കറിയില്ല. അത് പെട്ടെന്ന് നമുക്ക് പെട്ടെന്നൊരു വർക്കിന് ഇത്ര എമൗണ്ട് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, അപ്പം അതിന് പിന്നിൽ ഒരു മൈൻഡ് സെറ്റ് വേണമല്ലോ. അതെ അതെ അതിനെന്തൊക്കെയാണ് മീൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത്? എങ്ങനെയാണ് അത് ഞാൻ ജെൻസിൽ വന്നതിൻ്റെ ശേഷമാണ്. അതുവരെ എൻ്റെ ഞാൻ ഓൾറെഡി മെഡിറ്റേഷൻ ചെയ്യുന്നതാണ്. ഞാൻ ഉത്തരാഖണ്ഡിൽ മെഡിറ്റേഷൻ കഴിഞ്ഞു, അതേപോലെ വിഭാസന മെഡിറ്റേഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എന്താ പറയുക പേർപ്പസ് കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഞാൻ ഇനി എങ്ങനെ പോകണം എന്നുള്ളൊരു റൂട്ട് മാപ്പ് എനിക്കറിയില്ല. അപ്പോൾ അവിടെ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് ജെൻസിൻ്റെ ആഡ് കണ്ടിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നതൊക്കെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ. അതിൻ്റെ ശേഷമാണ് എൻ്റെ ലൈഫ് മൊത്തം മാറിയത്. അതായത് അതുവരെ എനിക്ക് തോന്നുന്നു 30,000 ഞാൻ ഒരു വാൾ ഒരു പെയിൻറ്റിങ്ങൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായത്. ആ സ്ഥാനത്ത് ഇപ്പം ഞാൻ ഏറ്റവും മിനിമം പറയുന്നത് 1 lakh പ്രൊജക്റ്റ് സ്റ്റാർട്ടിങ് പ്രൈസ് ആയിട്ട് ഇപ്പോൾ വരുന്നത്. അത് 1 lakh പ്ലസ്. ആ ഒരു ഇതിലോട്ട് മൈൻഡ് ഷിഫ്റ്റ് വന്നു. അതുവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ നോർമലി ഒപ്പമുള്ള ആളുകളൊക്കെ ആയിട്ട് കമ്പയറിങ് ചെയ്യും, എൻ്റെ പ്രൈസിങ് ഇങ്ങനെയാണല്ലോ അങ്ങനെയുള്ള. ജെൻസിൽ വന്നതിൻ്റെ ശേഷമാണ് നമ്മളത് അത്രയ്ക്കും വാല്യൂ ഉള്ളതാണ്, അതേപോലെ ഇതിന് ഇത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ളത് ജെൻസാണ് എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചത്. ഇതിന് ഇത്രത്തോളം ഇതുണ്ട്, നീ അത് സെറ്റാക്ക്. നമുക്കൊരു എനർജി, എക്സ്ട്രാ ഒരു എനർജി തന്നിട്ട് എനിക്ക് തന്നെ ചില സമയത്ത് ഇത്രയൊക്കെ ഉണ്ടോ എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ ജെൻസ് എന്നൊരു മോട്ടീവും, അതേപോലെ ഇത്രയ്ക്കും വലിയൊരു ഹ്യൂജ് ഇതായിട്ടുള്ളൊരു മാർക്കറ്റ് നമുക്ക് അപ്പുറത്തെ സൈഡിലുണ്ട്. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. ഇൻ്റർനാഷണലി എങ്ങനെ നമുക്ക് വർക്ക്സ് കാര്യങ്ങൾ എടുക്കാൻ പറ്റും, അവിടെ എങ്ങനെ പിച്ചിങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അവിടെ എങ്ങനെ സെയിൽസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങി. പുതിയ പുതിയ സാധ്യതകളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ ലോകമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വലിയൊരു ലോകം ഇപ്പോൾ ഉണ്ടെന്നുള്ളത് കാണാൻ തുടങ്ങി. അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. കൂടുതൽ ആ ഒരു ഏരിയയിലോട്ട് ഫോക്കസ് ചെയ്യാനും തുടങ്ങി. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഞാൻ അത്രയ്ക്കും ചെയ്യുന്ന ഒരാളും അല്ല, അത്രയ്ക്ക് ഫോക്കസ്ഡും അല്ല. കുറച്ച് ഫോക്കസായിട്ട് പോലും എനിക്ക് ഇത്ര സിമ്പിളായിട്ട് എടുക്കാം, സംഭവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചെന്താ വെച്ചാൽ ഒന്നും കൂടെ നല്ല ഹാർഡായിട്ട് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ എത്ര അധികമായിരിക്കും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ യു ആർ ഡൂയിങ് ജയത്തിൽ ഒരുപാട് തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകൾ ചെയ്യുന്നുണ്ടെന്ന് എന്നെ വിഷ്വൽ ബോർഡൊക്കെ വിഷൻ ബോർഡൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു മാറ്റം ഉണ്ടായിട്ടില്ലായിരുന്നു. ഇല്ലല്ലേ,
അതുവരെ അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് നമുക്ക് ഇവിടെ വന്ന് കിട്ടിയത്? ആ ഒരു ബിലീവ് സിസ്റ്റം ഉണ്ട്. നമുക്ക് നമ്മളിൽ തന്നെയുള്ളൊരു ബിലീവ് ഉണ്ട്. ആ ഒരു സാധനം അന്ന് ഭയങ്കര ഹൈ ആയി. അതേപോലെ തന്നെ നമുക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവും, ഫിയർ ഉണ്ടാവും നമുക്ക്. ആ ഫിയർ ഫുള്ള് മാറി. നമ്മളെ സാധനം അത്രയ്ക്ക് അടിപൊളിയാണ്, അത്രയ്ക്ക് റയറാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. കൂടുതൽ നമുക്ക് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഇൻക്രീസായി. പിന്നെ പറഞ്ഞ പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഫ്രീക്വൻസി ലെവൽ ചേഞ്ചായി. അതുവരെ നോർമലായിട്ട് തിങ്ക് ചെയ്യുക, നോർമലായിട്ട് ഒരു ഹ്യൂമൻ തിങ്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റായിട്ട് തിങ്ക് ചെയ്യാനും കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനും തുടങ്ങി. അത് ജയത്രി എൻ്റെ അടുത്ത് വന്ന സമയത്ത് ആദ്യം പറയുന്നുണ്ട്, ഞാനൊരു വേൾഡ് വൈഡ് ബ്രാൻഡിനെ കുറിച്ച് പറയുന്നത് തന്നെയാണ്. അതെ അല്ലേ? ഓൾറെഡി ഭയങ്കര ഫോക്കസ്ഡാ. എന്തായാലും ഒരു 10 yearsൻ്റെ പ്ലാൻ ഓൾറെഡി ഉണ്ട്, ഫിക്സ്ഡാ. ആ പ്ലാൻസ് ഓൾറെഡി അവിടെ ഉണ്ട്. അതിൻ്റെ ഇതുവരെയുള്ള റൂട്ട് മാപ്പ് എങ്ങനെയാണെന്നുള്ളത് മാത്രമേ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു വിത്തിൻ 3 years ഇനി എങ്ങനെ പോകണം, ആരെ കാണണം, എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി ഇപ്പം നമ്മൾ മൈൻഡിലുണ്ട്. ഇനി അത് വെച്ചിട്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി എന്നുള്ളതാണ്. ആ ഒരു ഇതിലോട്ട് ക്ലാരിറ്റി എനിക്ക് ജയൻസിൽ വന്നതിൻ്റെ ശേഷമാണ്. എങ്ങനെ തിങ്ക് ചെയ്യണം, ഏത് തരത്തിലുള്ള ആളുകളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ക്ലാരിറ്റി ആയത് ഇതിലോട്ട് വന്നതിന് ശേഷമാണ്. അതേസമയം നമ്മൾ വെറുതെ പല ആളുകളായിട്ട് സംസാരിച്ചിട്ടും ഒരുപാട് നമ്മളെ എനർജി വെറുതെ ലോസ് ആയിട്ട് പോലുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് മാറി കിട്ടി, എൻറ്റയർലി ചേഞ്ച് ആവാൻ തുടങ്ങി. നമ്മളെ മൈൻഡ് സെറ്റ് ആയിക്കോട്ടെ, നമ്മളെ സ്പീക്കിംഗ് ആയിക്കോട്ടെ, എവറിത്തിങ്. മറ്റേ കോട്ട് ഉണ്ടല്ലോ, എന്താണ്, എവറിത്തിങ് ഇസ് യുവർ മൈൻഡ് സെറ്റ് എന്നുള്ളുണ്ട്. പിന്നെ എന്തുണ്ടല്ലോ, നമ്മൾ സ്വപ്നം കാണുന്നത് യാഥാർത്ഥ്യമാകാൻ കുറച്ച് സെക്കൻഡിൻ്റെ അതന്നെ. അതായത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഒരു 10K ഫോളോവേഴ്സ് ആവണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ആ മാനിഫെസ്റ്റ് ചെയ്യുന്നത് 4500 ഫോളോവേഴ്സ് എനിക്കുള്ള സമയത്താണ്. ഞാനൊരു 10 days അല്ലെങ്കിൽ ഒരു 1 month ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു 10 days കൊണ്ട് ഏകദേശം 11Kൻ്റെ മുകളിൽ 11,000 മുകളിൽ ഫോളോവേഴ്സ് തന്നെ ഞാൻ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ത്രൂ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു 500+ എൻക്വയറീസ് ഞാൻ എടുത്തിട്ടുണ്ട്, ലീഡ്സ്, ഓർഗാനിക്. അപ്പോൾ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ ഇതും എൻ്റെ നോർമൽ കൺഫർട്ട് സോണിൽ നിന്നിട്ടാണ് ഇത്രയ്ക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോഴും 1 man ഷോ കളിച്ചിട്ടാണ് ഇപ്പോൾ ഈ ലെവൽ വരെ എത്തിയിട്ടുള്ളത്. ഇനി ഞാനൊരു കോർ ടീം ബിൽഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി ബിസിനസ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വേറെ ലെവലോട്ട് ഷിഫ്റ്റ് ചെയ്യാനും പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊരു വലിയൊരു പ്രസ്ഥാനമായി മാറുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്തും ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൽ എത്ര അപ്പുറമായിരിക്കും എന്നുള്ളതാണ്. ഈ ജയത്രി എന്ന് പറയുന്നൊരു ബ്രാൻഡ്, ഒരു സ്വന്തം ജയരാജ് ത്രിലോകമാണല്ലോ. അതെ അതെ. അതിനെ ജയത്രി എന്നുള്ള കേട്ടപ്പോൾ എനിക്ക് അത് ഞാൻ വളരെ കണക്റ്റായി പെട്ടെന്ന്. അതെ അതെ. എന്ന് അതിലേക്ക് വരാനുള്ളൊരു എങ്ങനെയാണ് അത് ഫൈൻഡ് ചെയ്യുന്നത്? പേര് അതായത് ത്രിലോകം എന്നുള്ളത് 3 വേൾഡാണ്. അതായത് 3 ലോകം, ആകാശം, ഭൂമി, പാതാളം എന്നുള്ളത്. അതിൽ ആകാശം എന്ന് പറയുന്നത് ആർട്ടാണ്. ഈ വേൾഡിൽ എവിടെ ഇരിക്കുന്ന ആളുകളും കാണുന്നത് എൻ്റെ ആർട്ടാണ്. അതായത് ജയത്രി എന്ന് പറയുമ്പോൾ എല്ലാവരും ആർട്ട്, അതായത് ഞാൻ അറിയപ്പെടുന്നതും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും വേൾഡ് മൊത്തം അറിയപ്പെടുക. പിന്നെ വരുന്നത് ഭൂമിയാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് എന്താണ്, ഫോട്ടോഗ്രാഫി. നമ്മൾ ഈ വിർച്വൽ വേൾഡിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, 3 dimensionലായിട്ട്. നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ട് വർക്ക്സ് കാര്യങ്ങളെല്ലാം ഫോട്ടോസും വീഡിയോസും ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫി എന്നുള്ളത് ആ ഒരു എർത്തായിട്ട് കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, 3ാമത്തെ വേൾഡ് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ടാണ്. അതായത് നമ്മളെ പാതാളം. ഈ പാതാളം എന്ന് പറയുന്നത് നമ്മളെ ബേസ്മെൻറ്റ് ആർക്കിടെക്ചർ. ഞാൻ ഓൾറെഡി ആർക്കിടെക്റ്റാണ്, ഗ്രാജുവേറ്റഡാണ്. അപ്പോൾ ആർക്കിടെക്ചർ 3 dimension വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്ത് തന്നെ സൃഷ്ടി ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 3 dimension വേൾഡും വേണം, ഒരു സ്പേസും വേണം. ഈ 3 സാധനം കൂടി ചേരുന്ന ഒരു വേൾഡാണ് ജയത്രി എന്ന് പറയുന്നത്. അത് ഈ 3 ലോകങ്ങൾ. ഇതിലിപ്പോൾ 3 ലോകത്തിന് 3 കളേഴ്സ് ഉണ്ട്. ഭൂമിക്ക് യെല്ലോ ഉണ്ട്, അണ്ടർഗ്രൗണ്ടിന് റെഡ് ഉണ്ട്, ആകാശത്തിന് ബ്ലൂ ഉണ്ട്. ഈ 3 കളേഴ്സ് വെച്ചിട്ട് ഈ ലോകത്തിൽ ഏത് കളേഴ്സും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് ഈ ലോകത്തിൽ എന്തും സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ട് ജയത്രിനെ ആളുകൾക്ക് കാണാം. അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്, ത്രിലോകം എന്നുള്ളതിൻ്റെ. ജയത്രിയിലെ ആ ലോഗോ കണ്ടാൽ തന്നെ മനസ്സിലാകും. ആ ഒരു ചുയി പോലത്തെ സാധനം ഇതിലുണ്ട്, ആ ചുയി പോലത്തെ സാധനം. അതെന്ന് പറയുന്നത് ജാപ്പനീസിൽ ലോകം എന്ന് കാണിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അത് ഒരു വലിയൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ആ ഒരു നെയിമിലോട്ട് വന്നതും അതിൻ്റെ മൊത്തം സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഞാൻ ആദ്യം ഒരുപാട് പേരുകൾ ഇങ്ങനെ റെഫർ ചെയ്ത് ലാസ്റ്റ് ഒരു പോയിൻ്റ് എത്തിയപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നൊരു സാധനമാണ്
ഇപ്പം എല്ലാവരും എന്നെ വിളിക്കുന്നത്, ഞാൻ ഇപ്പോൾ 2 ദിവസം മുന്നേ ചീഫ് ഗസ്റ്റായിട്ട് ഇനാഗ്രേഷന് പോയിട്ടുണ്ടായിരുന്നു ഫാറൂഖ് കോളേജിൽ. അവിടുന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞത് ജയത്രി എന്നുള്ള പേരിൽ അറിയപ്പെട്ടാൽ മതി, ശരിക്കുള്ള പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴും എനിക്ക് മനസ്സിലായി എല്ലാവരും ആ ഒരു ബ്രാൻഡിനെ അത്രത്തോളം മനസ്സിലോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. എക്സലൻറ്റ്. ശരിക്കും നമുക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ ചാറ്റ് ജിപിറ്റിയോ ഒരുപാട് നമുക്ക് വിഷ്വൽ ഇൻഫർമേഷൻസ് ലഭിക്കാറുണ്ടല്ലേ, അതെ അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെ പക്ഷേ ഇതിൽ വന്നു അല്ല ഞാനോടുള്ള ഇൻട്രാക്ഷനിലൂടെ ജയത്രിക്ക് മാറ്റം ഉണ്ടായെന്ന് ജയത്രി പറയുന്നു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. പക്ഷേ എങ്കിലും ജയത്രി തന്നെ ഒരു കാര്യത്തിന് ശ്രമിക്കണമല്ലോ. അത് എന്ത് എലമെൻറ്റുകളാണ് നിങ്ങൾ ആഡ് ഓൺ ചെയ്തപ്പോഴാണ് ഈ 30,000-ൽ നിന്ന് 5 ലക്ഷം രൂപയിലേക്ക് ജമ്പ് ചെയ്തത്? അത് ഞാൻ പഠിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഒരാൾക്കൊരു കഴിവുണ്ട് വിചാരിച്ചിട്ട് എവിടെ എത്താൻ പോകുന്നില്ല. ഏതൊരു മനുഷ്യനും മെയിനായിട്ട് വേണ്ട ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ പ്ലസ് ഫോക്കസ്, ഈ 2 സാധനം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്ക് ഏതൊരു ലെവലിലോട്ട് ഇതാകാൻ പറ്റും. പിന്നെ ഉള്ളൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ പവറിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സൂപ്പർ പവർ ആവാൻ പറ്റുള്ളൂ. നമ്മുടെ ബാക്കിൽ അത്രയ്ക്കും വലിയൊരു സൂപ്പർ പവർ നമ്മളെ കൂടെ ഉണ്ടെന്നുള്ളൊരു എനർജി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യും. നമുക്ക് ആ രീതിയിലുള്ള ഹൈ റിസ്ക് എടുക്കാൻ പറ്റും. അതേപോലെ ലോജിക്കൽ മൈൻഡ് സെറ്റ് എന്നുള്ള പറഞ്ഞിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് ഒഴിവാക്കി. ഞാനതിപ്പോൾ ആ സാധനം ഒഴിവാക്കിയതിന് ശേഷമാണ് എല്ലാം നടക്കുന്നത്. ഞാൻ തന്നെ ആലോചിച്ചു, ഇത്രയ്ക്കും വലിയൊരു ബ്രാൻഡ് എൻ്റെ കമ്പനി പോലെ രജിസ്റ്റേർഡ് അല്ലായിരുന്നു ആ സമയത്ത്. അങ്ങനത്തെ ഒരു ബ്രാൻഡ് എന്നെ അപ്രോച്ച് ചെയ്തിട്ട് എന്നെ എടുക്കേണ്ട ഒരു ഇത് വരുന്നില്ല. അപ്പോൾ ഞാൻ തിങ്ക് ചെയ്തത് എന്താ പറയുക, നമ്മളൊരു ആഗ്രഹവും അതേപോലെ ആ ഒരു ഡ്രീം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തും. നമുക്ക് പ്രയത്നിക്കാനുള്ള ഒരു മനസ്സും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എന്തും ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മളാണ് അങ്ങനെ പോയാൽ മതി, ഇത്രയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, നമ്മളിങ്ങനെ ജീവിച്ചാൽ മതി, നമ്മൾ ഇത്ര വലിയ കോസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സൊന്നും ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങളൊന്നും വാങ്ങാൻ പാടില്ല, അതൊക്കെ പണക്കാർ വാങ്ങുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് മാത്രമാണ്. എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. വൈ അവരത് ഉണ്ടാക്കുന്നു, നമുക്കൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല, അങ്ങനത്തെ ഒരു ചിന്താഗതിയല്ല. എവറിത്തിങ് ഈസ് പോസിബിൾ. ആ ഒരു മൈൻഡ് സെറ്റാണ് വേണ്ടത് എപ്പോഴും എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. ഈ ഒരു നമ്മളൊരു കമ്മ്യൂണിറ്റി ആണല്ലോ, ഫാമിലി ആണല്ലോ അല്ലേ? ജയത്രി അങ്ങനെ ആക്റ്റീവ് അല്ല, എങ്കിലും ആക്റ്റീവ് ആയിരുന്നു കുറച്ച് ദിവസം. നല്ല ആക്റ്റീവ് ആയിരുന്നു. പിന്നെ നിങ്ങളുടെ വർക്കിന്റെ ഒരു സ്വഭാവം വേറൊരു രീതിയാണ്, സാധാരണ കോച്ചിങ് സിസ്റ്റം പോലെ അല്ല. അപ്പോൾ ശരിക്കും ഈ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റിലൂടെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടായിട്ടുണ്ടോ? ഒരുപാട്. അതിലുണ്ടായൊരു മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ 5 ഫ്രണ്ട്സിൻ്റെ ആവറേജ് ആവും നമ്മളെന്ന് പറയുമല്ലോ, ആ ഒരു സംഭവം. അതായത് ആ ടൈമിൽ സ്റ്റാർട്ടിങ്ങിൽ ഫുള്ള് ഞാൻ സംസാരിക്കുന്നതായിക്കോട്ടെ, ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഫുള്ള് നമ്മളെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനായിട്ട് മാത്രമാണ്, ആക്റ്റീവ് മെമ്പേഴ്സ്. അതെ. അപ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റിലും അതേ ഫ്രീക്വൻസിയും അതേ വേവ് ലെങ്ത്തുള്ള ആൾക്കാരാണ്. ഇതേ സംഭവം ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഒരു 10 കോടിൻ്റെ പ്രോജക്റ്റ് ചെയ്യണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ളവൻ പറയും, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയുള്ള ഒരു ആക്റ്റീവ് മെമ്പറാണ് എൻ്റെ അടുത്ത് തന്നെ ഈ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മെമ്പറിൻ്റെ അടുത്ത് വരെ, അല്ല ഒരു 100 CR ഒക്കെ പറ്റുമല്ലോ, വൈ നോട്ട്, ഈ സെറ്റാക്ക്, ഇവിടെ അതിനുള്ള സാധ്യത ഉണ്ട്, ഈ അവിടെ ഇന്ന ഏരിയയിൽ പിച്ച് ചെയ്ത് നോക്കുക, അത് സെറ്റാക്കുമല്ലോ. അതാണ് അതിൻ്റെ പ്രത്യേകത. അതേപോലെ നമ്മൾ ചിന്തിക്കുന്നതിലും വെറൈറ്റി ആയിട്ട് വേറെ പല പേഴ്സ്പെക്റ്റീവിൽ തിങ്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അവർ ഫുള്ള് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് പുതിയത് തരും, പുതിയ സാധ്യതകൾ തരും, പുതിയ പല കാര്യങ്ങൾ പറഞ്ഞു തരും. അത് നമുക്ക് ഭയങ്കര എഫക്റ്റീവായിരിക്കും എന്നുള്ളതാണ് എനിക്ക് നമ്മളെ കമ്മ്യൂണിറ്റി വന്നതിൻ്റെ ശേഷം മനസ്സിലായ ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ആ ഒരു എനർജി ഷിഫ്റ്റാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു ഈ ഒരു സർക്കിളിലാണ് ഇപ്പോൾ ലീവ് ചെയ്യുന്നത്, ഇതിൽ നിന്ന് ഈ ഒരു വലിയൊരു എനർജി ഷിഫ്റ്റിലോട്ട് വരും എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഇത് എങ്ങനെയെന്നുള്ള എൻ്റെ ഒരു, പക്ഷേ ഇത് സബ് കോൺഷ്യസ്ലി നടന്നൊരു പ്രോസസ്സ് പോലെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. നമ്മൾ ആ പറഞ്ഞൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിലോട്ട് ആയി തീരുകയാണെന്നുള്ളതാണ്. പിന്നെ നമ്മളെ ഒരുപാട് പ്രോസസ്സുകളുണ്ടല്ലോ, അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. നമ്മളിപ്പോൾ എത്ര സാഡായിട്ട് നിൽക്കുന്ന ഒരാളുകളാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ തന്നെ ഒരു എക്സ്ട്രാ എനർജി നമുക്ക് ബൂസ്റ്റായി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനൊക്കെ ഈ ഒരു നമ്മളെ മെത്തേഡ്സ് കുറേ എണ്ണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മെത്തേഡ്സിലാണെങ്കിലും നമ്മുടെ ഡിസ്കഷനിലാണെങ്കിലും നമ്മുടെ ലേണിങ്സിലാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഘടകം എന്തൊക്കെയാണ്? സ്വാധീനിച്ചത് ഒന്ന്, നമ്മളെ സെക്ഷൻസ് ഉണ്ടാവും, സൂം സെക്ഷൻസ് നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ സെയിൽസ് പിച്ചിങ്ങിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, എങ്ങനെയൊക്കെ ചെയ്യണം, മൈൻഡ് നോട്ട്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ കുറേ കാര്യങ്ങൾ ക്ലാരിറ്റി ഇട്ട് ഇങ്ങനെയും നമുക്ക് സംഭവങ്ങൾ ചെയ്യാം എന്നുള്ളത്. അതേപോലെ നമ്മൾ അവർക്ക്
ഉള്ള പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് കൊടുക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് അവർക്ക് ഞാൻ ഇന്ന സംഭവമാണ് ഇതാണെന്ന് കൊടുക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ നല്ല ക്ലാരിറ്റി ആയിട്ട് എന്താണ് നമ്മൾ ശരിക്കുള്ള സംഭവം, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതിനൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടി എന്നുള്ളതാണ് വലിയൊരു കാര്യം. കാരണം ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത് നിഷ് ഔട്ട് ചെയ്തിട്ട് ഇനി ഇത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന് പറയുന്ന പോലെയായി. അതായത് അതുവരെ എൻ്റെത് പറഞ്ഞാൽ മറ്റേ ജനറൽ ഹോസ്പിറ്റൽ മാതിരിയായിരുന്നു. ഏത് രോഗികൾക്കും വന്നിട്ട് എൻ്റെ അടുത്ത് ചികിത്സ എടുത്തിട്ട് പോവാം. ഇപ്പം ഞാൻ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഡോക്ടർ പോലെ ആയി. കാരണം നമുക്കിപ്പോൾ ഒരു ചെവി വേദന വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൽ കാണിക്കാം, ചെവിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിൽ കാണിക്കാം. ആ ഒരു രീതിയിലോട്ട് മാറി തുടങ്ങി. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഫോക്കസായി, ക്ലാരിറ്റി ആയി. ഇനി നമ്മൾ എവിടെ നമ്മൾ പെയിൻറ്റിങ്സ് ആയിക്കോട്ടെ കാര്യങ്ങൾ ഇനി എവിടെയാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്, ഏത് ഏരിയയിലോട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതായി. ആദ്യം നമ്മളത് ഫുൾ ഇങ്ങനെ ചവറ് പോലെ ഇങ്ങനെ കിടക്കായിരുന്നു, അല്ലാതെ ഇങ്ങനെ ഒന്നും റെഡി അല്ലാത്ത പോലെ. ഇപ്പം എല്ലാം ഒന്ന് കൂട്ടിച്ചേർത്തിട്ട് ഒരു രൂപമാവാൻ തുടങ്ങി എന്നുള്ളതാണ്. നമ്മുടെ ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെയ്യാത്ത ആൾക്കാരുണ്ട്, അറിയാമല്ലോ. അതെല്ലാം മേഖലയിലും ചെയ്യാത്ത ആളുകളോട് എന്താ പറയുക? ഞാൻ പൊതുവെ ഞാൻ അത്ര സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആളല്ലെങ്കിൽ പോലും എന്താ പറയുക, അത്രയ്ക്കും അതിൽ വിശ്വസിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒന്ന് ഞാൻ എൻ്റെ കഴിവിനെ അത്രയ്ക്കും വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ഇനിയും അത്രയ്ക്കും ബിലീവ് ചെയ്യുന്നുണ്ട്. അതും പിന്നെ ജയൻസ് പറഞ്ഞ ഓരോ പൊടിക്കൈകളും ഓരോ മെത്തേഡുകളും ആ കാര്യങ്ങളാണ് നമുക്ക് സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. എല്ലാവരും ചിന്താഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് പറ്റിയതല്ല, അതേപോലെ തന്നെ ഇതൊക്കെ ഇതായി നടക്കുമോ അല്ലെങ്കിൽ സെറ്റാകുമോ എന്നുള്ളൊരു ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയാണ്. ആ ഒരു തോട്ട് പ്രോസസ്സിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലതും സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അതിനൊക്കെ എക്സാമ്പിളല്ല ഞാൻ. സാധാരണ ഞാനൊക്കെ ഒരു 1 ഇയർ കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 മന്ത് കൊണ്ട് ഞാൻ അപ്പോൾ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമ്മൾ തിങ്ക് ചെയ്യുന്നത് ഇതുവരെ 1 എന്ന് പറഞ്ഞ 1 ലക്ഷമാണ്. ഇനിയിപ്പോൾ ഞാൻ തിങ്ക് ചെയ്യുന്നത് ഇനി ഒരു 1 ഇയർ കഴിയുമ്പോൾ 1 എന്ന് പറഞ്ഞാൽ ഒരു CR എന്നുള്ള രീതിയിലോട്ട് എത്തട്ടെ എന്നുള്ളതാണ്. കാരണം ആ രീതിയിലാണ് തിങ്ക് ചെയ്യുന്ന വേവ് ലെങ്ത് വരുന്നത്. അപ്പോൾ ഇനി ആ ലെവലുള്ള ആളുകളായിട്ട് മീറ്റ് ചെയ്തിട്ട് ഇനി അങ്ങനെ സക്സസ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഈ 30,000 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞു, ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു മിനിമം ഈ 1 ലക്ഷം രൂപയായിരിക്കും ചാർജ് ചെയ്യാൻ പോകുന്നത്, അല്ലെ അതിനെ പോകും. അപ്പോൾ ഓൾറെഡി 5 lakhs വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ശരിക്കും ഇതിനകത്ത് മണി എലമെൻ്റ് അല്ല ഫോക്കസ് ചെയ്തല്ലേ? അല്ല, ആ വർക്കിനെ നമ്മൾ എടുക്കുന്ന രീതി, സ്വഭാവം മാറി. അതെ, അതായത് നമ്മൾ അതിന് കൂടുതൽ വാല്യൂ കൊടുക്കാൻ തുടങ്ങി. അതുവരെ നമ്മൾ കുറച്ച് വാല്യൂ കൊടുത്തിട്ടുണ്ട്. വഴി കൂടെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ സാധനം കൊടുക്കും. നമ്മളെ പെയിൻറ്റിങ്സ് അറിയിക്കുന്ന ആൾക്കാർക്ക് മാത്രം കൊടുത്താൽ മതി, എല്ലാവർക്കും ഇത് കൊടുക്കണം എന്നില്ല. അത് അറിയിക്കുന്ന ആരാണോ അതിനാരാണോ കൂടുതൽ റെസ്പെക്റ്റ് തരുന്നത്, ആ റെസ്പെക്റ്റ് തരുന്നതും അതേപോലെ നമുക്ക് അഫോർഡബിൾ ആവുന്ന ക്ലയൻസുകൾ ഒരുപാടുണ്ട് ഈ ലോകത്ത്. അവർക്ക് നമ്മൾ എത്തിയാൽ മതി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു 1 ലക്ഷത്തിൻ്റെ ഒരു വർക്ക് ചെയ്തെന്ന് വിചാരിക്കാം. അതിന് ഞാനിപ്പോൾ ഒരു 3 ദിവസമാണ് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഇതേ സെയിം പെയിൻറ്റിങ് ഞാൻ ഇനിയിപ്പോൾ റഷ്യ പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ വേണമെങ്കിൽ 30 to 20 ലക്ഷം വരെ കിട്ടും. അപ്പോൾ അതാണ് ഡിഫറൻസ്. എല്ലായിടത്തും സ്പെൻഡ് ചെയ്യുന്ന എനർജി ഡിഫറൻസാണ്. അത് എവിടെ എനർജി സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള എവിടെയാണോ മാർക്കറ്റ്, എവിടെയാണോ നമ്മളെ സ്പേസ്, അവിടെ പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക, എനർജി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലായിടത്തും പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് മെയിനായിട്ടുള്ള സംഭവം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ശരിക്കും ജയത്രയുടെ മിഷൻ എന്താ? വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ആർട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സമൂഹത്തിൽ ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ജയത്രി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഒരു 3 to 5 yearsൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുണ്ട്. അതായത് സമൂഹത്തിൽ ഒരു സ്കില്ല് ഉണ്ടായി വരുന്ന ഒരു വരയ്ക്കാനൊരു കഴിവുള്ള ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഉണ്ടായി വരുന്ന സമയത്ത്, ഞാൻ ഉണ്ടായി വരുന്ന സമയത്ത് ആരും അങ്ങനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ലായിരുന്നു. എൻ്റെ ഒപ്പമുള്ള ഒരുപാട് ഫ്രണ്ട്സ് കളിയാക്കിയിട്ടാണ് ഞാൻ വര നിർത്തിയതൊക്കെ. ഞാൻ ഒരു 10 വർഷത്തിന് ശേഷം വര റീസ്റ്റാർട്ട് ചെയ്തതൊക്കെ. അതും സ്വയം കോൺഫിഡൻസ് ഇതാക്കിയിട്ടും, പിന്നെ എൻ്റെ ഷെറിൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്, അവൾ സപ്പോർട്ട് ചെയ്തിട്ടും, അങ്ങനെ ഒരുപാട് എൻ്റെ കോളേജിലുള്ള ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് വരയ്ക്കുന്ന സമയത്ത് എനിക്കൊരു പേടിയാണ്, ഇത് ഞാൻ വരച്ച് കഴിഞ്ഞാൽ കുളമാവുക എന്നുള്ളത്. കാരണം ഒപ്പമുള്ള എല്ലാവരും പറയുന്നത് ആ രസമല്ല, വരച്ചാൽ ശരിയാവില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഓൾറെഡി അത് ട്രോമ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ സ്കില്ലുള്ള ഒരു കുട്ടി ഉണ്ടായി വരുന്ന ഒരു കുട്ടീനെ നമ്മൾ ആദ്യം എടുത്തിട്ട്, കഴിവുള്ള ഒരു കുട്ടീനെ എടുത്തതിന് ശേഷം അവർക്ക് എന്താണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എത്തിപ്പിടിക്കാൻ പറ്റുക, ആ ഒരു ഇതിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ കോൺസെപ്റ്റ്. അതായത് എനിക്ക് ഞാനിപ്പോൾ ഒരു ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വരയ്ക്കാൻ കഴിവുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് തന്നെ ഇന്ന കാര്യങ്ങൾ നോക്കി പോയാൽ മതി, ഇതാണ് നിങ്ങളെ ഒരു പാത്ത് എന്നുള്ള രീതിയിൽ ആദ്യമേ ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സിമ്പിളായിട്ട് വലിയ വലിയ രീതിയിലോട്ട് അച്ചീവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് ആളുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. ആദ്യം ജയത്രി എന്നുള്ളത് ഇൻ്റർനാഷണൽ ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ പ്രോജക്ട്സ് കഴിഞ്ഞു. ഇനി ഇത് വലിയ രീതിയിൽ
ഇൻ്റർനാഷണലി എസ്റ്റാബ്ലിഷ് ആവുന്ന ഒരു ബ്രാൻഡായിട്ട് മാറണം. അതിനുശേഷം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഒരുപാട് സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ എനിക്ക് ഓൾ ഇന്ത്യ ഫ്രണ്ട്സ് ഉണ്ട്. ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് ഓഫ് കൾച്ചർ, ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മളിവിടേക്ക് വരുമ്പോൾ കേരള ട്രഡീഷണൽ മ്യൂറൽ പെയിൻറ്റിങ്സ് ഉണ്ടെങ്കിൽ ആസാമിലും അതേപോലെ അവിടുത്തെ ട്രഡീഷണൽ പെയിൻറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫോറിൻ കൺട്രീസിലുള്ള ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ജൈത്രീൻ്റെ വിഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആർട്ടിസ്റ്റിന് സസ്റ്റൈനബിൾ ചെയ്യാനുള്ള കോൺഫിഡൻസും എനർജിയും ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ള മെയിൻ കോൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അതേപോലെ തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റിലാണെങ്കിൽ പോലും ഫ്യൂച്ചറിലോട്ട് ഇങ്ങനെ ആയിരിക്കും പ്ലാനിങ് വരിക എന്നുള്ളതാണ്. അതിലോട്ട് എത്താനുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതൊരു വലിയൊരു ഇതാണ്. ഇത്രയ്ക്കായാൽ എന്തുകൊണ്ട് പറ്റൂല? പറ്റും, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു മേഖലയിലേക്ക് വരാനും നമ്മളെ ഇൻസ്പയർ ചെയ്യാനും ആരെങ്കിലും ഒരാൾ കാണുമല്ലോ ലൈഫിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ലൈഫിൽ ആർട്ട് ഇതുവരെ പഠിച്ചിട്ടില്ല. ഞാൻ ഇതിലോട്ട് ഇറങ്ങി തിരിച്ച സമയത്താണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ വളരെ കുറവുള്ളൊരു മേഖലയും കൂടിയാണ്. പക്ഷേ ചില ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യും. എൻ്റെ ഫ്രണ്ട് സജിന് ഞാൻ സ്റ്റാർട്ടിങ് ആയ സമയത്ത് സന്തോഷേട്ടൻ എന്ന് പറയും. ഈ രണ്ടാൾക്കാരൊക്കെ എന്നെ ഇനിഷ്യലി ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടായിരുന്നു. അതെനിക്ക് വളരെയധികം പ്രചോദനമായിരുന്നു ആർട്ട് എന്നുള്ള ഒരു ഇതിലോട്ട് വന്ന സമയത്ത്. കാരണം അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ, പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മളെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാനൊരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റിയലിസ്റ്റിക് ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്. എനിക്ക് ആ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് അറിയില്ല ഓറഞ്ചും ഈ റെഡും യെല്ലോയും മിക്സ് ചെയ്ത ഓറഞ്ച് കളറാണ് കിട്ടുകയെന്ന് പോലും ഒന്നും അറിയില്ല. എന്നിട്ട് ഞാനൊരു പെയിൻറ്റിങ് ഏകദേശം 20 ദിവസം എടുത്തിട്ട് ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ ഏകദേശം ഒരു 13 പ്രാവശ്യം ആ പെയിൻറ്റിങ് റിപ്പീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞാൻ എന്തായാലും തീർത്തിട്ടേ അടങ്ങൂ എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി, എൻ്റെ ഒരു മെൻറ്റാലിറ്റി. ഞാൻ എന്തായാലും ചെയ്തിട്ടേ, കാരണം എനിക്ക് അത്രയ്ക്കും ഇതാണ്, അത് ചെയ്തിട്ടേ ഇനി വേറെ കാര്യമുള്ളൂ. ഞാൻ കുത്തിരുന്ന് പഠിച്ച് മെല്ലെ ചെയ്ത് അതിൻ്റെ പകുതി പോർഷൻ എനിക്ക് തോന്നുന്നു 15 ദിവസം എടുത്തിട്ടാണ് ഫിനിഷാക്കിയത്. ബാക്കി പകുതി പോർഷൻ ഞാൻ 5 ദിവസം കൊണ്ട് ഫിനിഷാക്കി. അതായത് ഓരോ ഇതിനും ഓരോ ഐഡിയ ഉണ്ട്. ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് സിമ്പിളാണ്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് പെയിൻറ്റിങ്ങാണ്. കാരണം ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രിവാൻഡ്രത്തൊരു ഹൗസിൽ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1200 സ്ക്വയർ ഫീറ്റ് ഞാൻ വെറും 3 ദിവസം കൊണ്ട് ഫിനിഷാക്കി. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ക്ലയൻറ്റിന് വരെ അത്ഭുതമായിരുന്നു. കാരണം മൊത്തം അവിടെ പെയിൻറ്റിങ് ഫിനിഷ് ചെയ്യാൻ 2 ദിവസം എടുത്തിട്ടുണ്ട് ഒരു വാള്. ആ സ്ഥാനത്ത് ഞാൻ പോയിട്ട് 1.5 ദിവസം കൊണ്ട് ആ വാള് മൊത്തം ഞാൻ പെയിൻറ്റിങ് ചെയ്ത് തീർത്തു ഒറ്റയ്ക്ക്. അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞു ഈ ബാക്കി 4 പെയിൻറ്റിങ് കൂടെ നീ എക്സ്ട്രാ ചെയ്തോന്ന്. അപ്പോൾ നമ്മളെ മേലിൽ കൊടുക്കുന്ന ആ ഒരു വിശ്വാസവും നമ്മളാ ഒരു മൈൻഡ് സെറ്റുമാണ് എന്നുള്ളതാണ് എനിക്ക് നമ്മൾ എത്രത്തോളം നമ്മളെ മൈൻഡ് ഷാർപ്പൻ ചെയ്യുന്നു, അതേപോലെ നമ്മൾ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നു, അത് ഡിപ്പെൻഡ്സ് നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ. ഇപ്പം ഈ ഒരു പ്രായത്തിൽ ഒരു പെയിൻറ്റിങ്ങിന് ഇത്രയും പൈസ മേടിക്കുന്ന ആളുകൾ കേരളത്തിൽ വളരെ ചുരുക്കമാണ്. എനിക്ക് എൻ്റെ പരിചയത്തിൽ ഇല്ല, ഞാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിക്കും ഇങ്ങനെ തിരിഞ്ഞു നോക്കും, ജൈത്ര വിജയിച്ചൊരു വ്യക്തിയാണ് അല്ലേ? അല്ലെ, ഫ്യൂച്ചറിൽ വലിയൊരു ഗ്ലോബൽ ബ്രാൻഡായി മാറാൻ പോകുന്നൊരു വ്യക്തിയാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ ഒരു വിജയത്തിന് പിന്നിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന എന്തൊരു എലമെൻറ്റാണ്? ഒന്ന് പറയുന്നത് റൺ വിത്ത് യുവർ പാഷൻ എന്നുള്ളതാണ്. പിന്നെ ബിലീവ് ഇൻ യുവർ സെൽഫ്. നമുക്ക് നമ്മളെ മേലെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും നേടാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ഇപ്പോൾ ഒരു പെയിൻറ്റിങ് എന്നുള്ള എന്ത് സംഭവമായാലും നമ്മളാദ്യം വിശ്വസിക്കണ്ടേ, അതിന് അച്ചീവ് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിൽ തിങ്ക് ചെയ്യാനെങ്കിലും പറ്റുള്ളൂ. ആ ഒരു സാധനം എനിക്കുണ്ട്. അതിനിപ്പോൾ ആര് നടക്കൂല എന്ന് എന്ത് പറഞ്ഞാലും എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമല്ല. ഞാനത് അച്ചീവ് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഫോക്കസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം ഫോക്കസ് ആവുന്ന ഒരു കാര്യത്തിൽ അത്രയ്ക്കും അത് അച്ചീവ് ചെയ്യാനുള്ളതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരും. നമുക്ക് പെട്ടെന്ന് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഇപ്പോൾ പലതരത്തിലുള്ള ആൾക്കാരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ. ഇപ്പോൾ ചില ആളുകൾ ഈ നമ്മൾ പറയുന്ന നിങ്ങൾ 50,000 രൂപ അല്ലെ ഇത്ര രൂപ ചാർജ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അവർ പറയുന്ന ചില ആൾക്കാർ ഒരുപക്ഷെ ജയത്രിയും കേട്ടിട്ടുണ്ടായിരിക്കും ഈ കമ്മ്യൂണിറ്റിയിൽ, എനിക്ക് അത്രയും ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. പക്ഷേ ജയത്രി അത് ഇങ്ങനെ ഈ ഒരു 30,000 5 lakhs വന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് എന്താ പറയാനുള്ളത്? അതായത്
അത് ശരിക്കും കോൺഫിഡൻസിൻ്റെ ഇഷ്യൂ ആണ്. വാട്ട് ഡു യു തിങ്ക്? അതായത് ഇവർക്ക് ഒരു വിശ്വാസമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അതായത് വിശ്വാസമില്ല എന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നില്ല. ഇല്ല, അത് സബ് കോൺഷ്യസ്ലി അവർക്ക് ഉള്ളിലായി ഇല്ല. പുറത്ത് കാണിക്കില്ലല്ലോ ആളുകൾ. പുറത്ത് നമ്മൾ അങ്ങനെയല്ല, നമ്മളെ ബിലീഫ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ പുറത്ത് കാണിക്കാൻ നമ്മൾ തയ്യാറാവില്ലല്ലോ. അതിൻ്റെ ഒരു കുഴപ്പമാണ്. ഞാനിപ്പോൾ അങ്ങനെ ആലോചിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കില്ലല്ലോ. അതായത് ഇപ്പം ഞാൻ തിങ്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ മാക്സിമം ഏറ്റവും ടോപ്പായിട്ടുള്ള ക്ലാസ്സുകൾ കാര്യങ്ങൾ മാക്സിമം പൈസ എന്നുള്ളത് വെറും ഒരു എനർജി മാത്രമായിട്ട് കാണുക, ടൈമിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് മാക്സിമം ഇപ്പം ഉള്ളതെന്ന് എങ്ങനെ ഡബിൾ എക്സ് ഉണ്ടാക്കാം, അതിൻ്റെ അറിവ് വേറെ സ്ഥലത്ത് നിന്ന് എവിടെയാണ് കിട്ടുന്നത് അവിടുന്ന് പൈസ കൊടുത്തിട്ട് പഠിക്കുക. അതന്നെ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇത്ര പൈസ അതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ളത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ എനർജി ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലിയ കാര്യമല്ലേ. ഇത്രയ്ക്കും വർഷം ഞാൻ അങ്ങനെ നടന്നിട്ട് പോലും എനിക്ക് ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര വലിയ, അതും ഞാൻ കുറച്ച് മാത്രം ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് ഇത്ര ചേഞ്ച് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഓൾറെഡി നിങ്ങൾ 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ചാർജ് ചെയ്യാൻ ക്വാളിഫൈഡ് ഒരാളായിരുന്നു. പക്ഷെ അത് അറിഞ്ഞിരുന്നില്ല, ഉറങ്ങിക്കിടക്കുമായിരുന്നു അല്ലേ? അറിയാം, പക്ഷെ എന്നാലും നമുക്ക് പറയാൻ പേടിയാ, ആ ക്ലയൻറ്റ് പോകുമെന്നുള്ള ഒരു പേടി ഉണ്ടാവുമല്ലോ, ഒരു ഫിയർ ഉണ്ടാവും. സ്കില്ലിന് വ്യത്യാസം വന്നില്ലല്ലോ. സ്കില്ലിലും വ്യത്യാസം വന്നാണ്. ഡെയിലി വരും. പക്ഷെ തോട്ട് പ്രോസസ്സിലാണ് ചേഞ്ച് വരേണ്ടത്. അതായത് മൈൻഡ് സെറ്റാണ് നമുക്ക് ഫസ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടത്. അതായത് നമ്മൾ നോർമലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളെ പോലെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഒരു 1000 വെച്ചിട്ട് എന്നാൽ കണക്കൂട്ടിയാൽ പോരെ ഒരു പെയിൻറ്റിങ്ങിന്. പക്ഷെ അങ്ങനെയല്ലല്ലോ. നമ്മൾ ഉണ്ടായ അന്ന് മുതൽ ഇതുവരെ ചെയ്ത എക്സ്പീരിയൻസിൻ്റെ റിസൾട്ടാണല്ലോ. അതാണല്ലോ ആ സ്പീഡായിക്കോട്ടെ, നമ്മളെ ആ പെർഫെക്ഷൻ ആയിക്കോട്ടെ, ക്വാളിറ്റി എല്ലതും വരുന്നത്. അത് ആർട്ടിസ്റ്റിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ മോഹവിലാണ്. അതെവിടെ കമ്പയർ ചെയ്യാനില്ല. ഇത് റയറാണ്. ഞാൻ ഉണ്ടാക്കുന്ന ആർട്ട് ഇൻ്റെതാണ്, അത് അത്രേ ഉള്ളൂ. അതിന് വേറെ ഒരാൾക്ക് അതേപോലെ ഉണ്ടാക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതൊരു യുണീക്കാണ് സാധനം എന്നുള്ളതാണ്. പിന്നെ അത് ഒരു പ്രോസസ്സല്ലേ, ഒരു സൃഷ്ടിയല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആക്ച്വലി അതിനൊരു വരി ഇടാൻ പറ്റത്തില്ല അല്ലേ? എത്ര വേണമെങ്കിലും ഇടാം. അതെ, അതിപ്പോൾ ഞാൻ പറയുന്നു, നമ്മൾ ചെയ്തൊരു പെയിൻറ്റിങ് ഇപ്പോൾ ഒരാൾ ഒരു 10 കോടിക്ക് വാങ്ങുന്നു വിചാരിക്കാം. അതായത് ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ 30,000 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 ലക്ഷം പറഞ്ഞു. ഇനിയിപ്പോൾ 1 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 10 ലക്ഷം ആവും സ്റ്റാർട്ടിങ് വരിക. അപ്പം നമ്മൾ ആദ്യം ചെയ്ത പെയിൻറ്റിങ്ങിൻ്റെ വിലയൊക്കെ പിന്നെയും കൂടിയില്ലേ. അപ്പോൾ ആ ബ്രാൻഡ് ചെയ്ത പെയിൻറ്റിങ് പറയുമ്പോൾ ഇവർക്കല്ലേ അതിൻ്റെ ഒരു ഇത് വരുന്നത്. എന്താ പറയുക, ആ ബ്രാൻഡ് ചെയ്ത പെയിൻറ്റിങ് എന്നുള്ളൊരു ഫീലല്ല. അങ്ങനത്തെ സംഭവമുണ്ട്. വാല്യൂ ഓരോ ദിവസം കൂടുന്തോറും അതിന് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അസറ്റാണ് ആർട്ട് എന്ന് പറയുന്നത്, ഒരു അസറ്റാണ്. ബില്യനേഴ്സൊക്കെ മെയിനായിട്ട് പെയിൻറ്റിങ്സ് വാങ്ങുന്നത് ഒരു അസറ്റിന് വേണ്ടിയിട്ടാണ്. അത് കുറച്ച് കഴിയുമ്പോൾ എന്താവും, ഇത്രയ്ക്കും ഇതായിട്ടുള്ള വലിയ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ചെയ്തൊരു പെയിൻറ്റിംഗ് ആണ്. മൊണാലിസയ്ക്ക് ഇപ്പോഴും പൈസ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അതേപോലെ തന്നെ ആ ഒരു സാധനം എന്താ പറയുക, ഓരോ ദിവസം കൂടുന്തോറും അതിന് മൂല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സംഭവം. വൺസ് ഈ ട്രാക്കിൽ നിന്ന് ഷിഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും അല്ലേ? അതെ, എന്തും അച്ചീവ് ചെയ്യാം. അത് ആ ഫോക്കസ് ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഒരു 25 lakhs 1 crore ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടോ? പിന്നല്ലാതെ ഇതൊരു വിഷയമുള്ള കാര്യമല്ല. ഓൾറെഡി നമ്മളെ മറ്റേ ബ്രാൻഡിൻ്റെത് അത് നമ്മൾ വിചാരിച്ച പോലെ എക്സിക്യൂഷൻ്റെ കാര്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഓൾറെഡി അച്ചീവായി എന്നുള്ളതാണ്. ഫ്രീക്വൻസിയാണ് ഷിഫ്റ്റ് ചെയ്തത് അല്ലേ? യെസ്, മൈൻഡ് സെറ്റ്, നമ്മളെ വേവ് ലെങ്ത്ത് അത് മൊത്തത്തിൽ ചേഞ്ചായി. നമ്മളൊരു കാര്യത്തെ കാണുന്ന രീതി, അതേപോലെ എങ്ങനെയൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാന്നുള്ളത് പഠിക്കാൻ പറ്റിയ ആളുകളെ, അതേപോലെ എങ്ങനെയാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത്, അതേപോലെ നമുക്ക് ക്ലാരിറ്റി ആയി, ലൈഫിനൊരു ക്ലാരിറ്റി ആയി, പേർപ്പസ് എന്താണെന്നുള്ളത് കണ്ടെത്താനും പറ്റി, നിഷ് ഔട്ട് ചെയ്യാൻ പറ്റി, ഇനി എന്താണ് കാര്യങ്ങൾ എന്നുള്ളത്. അത് ക്ലിയർ ആയി തന്നെ ഒരാൾക്ക് ഓക്കെ ആയില്ലേ. അപ്പോൾ ഒരു ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ് ചാർജ് ചെയ്യാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്ന ഘടകം ശരിക്കും മൈൻഡ് സെറ്റ് തന്നെയാണ്. അല്ലേ? അതെ, സ്ട്രാറ്റജി സെക്കൻഡ്, റൈറ്റ്? സ്ട്രാറ്റജി ഒക്കെ സെക്കൻഡാണ്. കാരണം ഞാനത് പഠിച്ച കാര്യമാണ്. കാരണം അന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇട്ടാലാണ് ഒറ്റയടിക്ക് ഇത്ര ഷിഫ്റ്റ് വരുള്ളൂ, ഫോളോവേഴ്സ് കയറുന്നതായിക്കോട്ടെ. ഒക്കെ ഞാൻ ആ ടൈമിൽ പറഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോസ് ഇടാൻ പോകുമെന്നൊക്കെ. എന്നിട്ട് 4000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഒരാഴ്ചയല്ല 3-4 ദിവസം കൊണ്ടൊക്കെ, ഒരു ദിവസമൊക്കെ 2000 ഫോളോവേഴ്സ് കയറിയിട്ടുണ്ട്. അന്ന് ഞാൻ പഠിച്ച കാര്യമാണ്, നമ്മൾ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് പോസിബിൾ എന്നുള്ളത് സിമ്പിളായിട്ട് നമുക്ക് പറ്റും. നമ്മളത് ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുക. എല്ലാ കാര്യങ്ങളും നമ്മളെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുക. അത് ഫുള്ള് നമ്മൾ ഈ നോർമലായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിട്ട് കമ്പയർ ചെയ്ത് വെച്ചേക്കുക. എല്ലാ ആൾക്കാർക്കും അച്ചീവ് ചെയ്യാൻ പറ്റും എന്ത് കാര്യങ്ങളും. എല്ലാവരും അവരെ ബിലീഫ് സിസ്റ്റത്തിനെ
എന്താ പറയുക ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുക, ഇനിയൊന്നും നമുക്ക് ഇത്രേ പാടുള്ളൂ. കുറേ ആൾക്കാർക്കുണ്ട് അങ്ങനെ ഒരു ചിന്താഗതി, നമ്മൾ ഇത്ര ചാർജ് ചെയ്യാൻ പാടുള്ളൂ, ഇതിൽ കൂടുതൽ ചാർജ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ഇതിൽ കൂടുതൽ ചാർജ് ചെയ്യുമ്പോഴാണ് ഇതിലും കൂടുതലായിട്ടുള്ള ക്ലൈൻറ്റുകൾ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതുവരെ മനസ്സിലാക്കില്ല. ഒരു ഹൈ ടിക്കറ്റ് മ്യൂറൽ പെയിൻറ്റിങ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എന്താണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഡെഫിനറ്റ്ലി ആയിട്ട് ജോയിൻ ചെയ്യുക. നിങ്ങളെ ആ ഒരു മൈൻഡ്, ആ ഒരു എനർജി ഷിഫ്റ്റ് നിങ്ങൾ തന്നെ അത് അനുഭവിച്ച് അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ എത്ര പറയുന്നത് എന്നുള്ളതൊന്നല്ല, നിങ്ങളത് എത്രത്തോളം ഡിസിപ്ലിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ എത്രത്തോളം ഇതിലോട്ട് ഫോക്കസ് ചെയ്യുന്നു, അതേപോലെ അത് എത്രത്തോളം ഡിസിപ്ലിനായിട്ട് ചെയ്യുന്നു, അത് അടിപൊളിയായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആയിട്ട് എൻ്റെ ഒക്കെ ഏറ്റവും ചെറുതാണ്, ഇതിനും എത്ര ടോപ്പ് ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ജയത്രി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഒരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു ബ്രാൻഡായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.